മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ ആശങ്ക നീക്കാൻ 9ാം നാളിലും സർക്കാരിനായില്ല. ഷിജിനായി പുലർച്ചെ മുതൽ സ്കൂബ ഡൈവേഴ്സിനെ ഉൾപ്പെടുത്തി തിരയുമെന്ന വാക്ക് പാലിച്ചില്ല. 2 മാസം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് ഫിഷറീസ് മന്ത്രിയുടെ ന്യായീകരണം. കുടുംബം അതിർത്തി അറിയിച്ചതിന് പിന്നാലെ വിഴിഞ്ഞത്ത് നിന്ന് 4-അംഗ സ്കൂബ ടീം മുതലപ്പുഴയിലെത്തിയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് തിരച്ചിൽ നിർത്തി. സർക്കാരിന്റെ അറിയിപ്പ് പ്രകാരം രാവിലെ 5:30 മണി മുതൽ തന്നെ മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും തിരച്ചിൽ തുടങ്ങി. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായി പേരിനു മാത്രമായിരുന്നു തിരച്ചിൽ. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ സ്കൂബ ഡൈവേഴ്സിനൊപ്പം ഷിജിനെ കണ്ടെത്താൻ രാവിലെ മുതൽ നിയോഗിക്കുമെന്ന മന്ത്രി CP ജോണിന്റെ വാഗ്ദാനം നടപ്പായില്ല. ഫുൾ ടൈം എല്ലാവരും തെരഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുവല്ലേ, ഞങ്ങളുടെ ആൾക്കാർ തന്നെയാണ് ഇതിൽ എല്ലാവരും തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്കൂബ ടീം വന്നിട്ടില്ല. സർക്കാരിന്റെ അലംഭാവം തുടരുന്നതായും മന്ത്രിമാർ ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ല എന്നും മുതലപ്പുഴയിലെത്തിയ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 10 പേരെ കൊണ്ടുപോകാമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. ഇന്നലെ വന്നിട്ട് അത് നല്ല ഉറപ്പായിരുന്നു. ആ ഉറപ്പ് കുറിപ്പിന്റെ ഉറപ്പായിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് റോഡ് ഉപരോധിച്ച് CPIM പ്രതിഷേധിച്ചു. സാധ്യമായ രീതിയിൽ തിരച്ചിൽ തുടരുന്നുണ്ട് എന്നും സംവിധാനങ്ങൾ പര്യാപ്തമല്ല എന്നും ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂർ. നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ രീതിയിലും സെർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളുടെ പ്രയോറിറ്റിയിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മുങ്ങൽ വിദഗ്ധർ എത്താത്തതിൽ കുടുംബം പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെ വിഴിഞ്ഞത്ത് നിന്ന് 4-അംഗ സ്കൂബ ടീമിനെ മുതലപ്പുഴയിൽ എത്തിച്ചിരുന്നു. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതോടെ തെരച്ചിൽ പെട്ടെന്ന് അവസാനിപ്പിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.